കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ വൈകാരികവും എന്നാൽ ദൃഢവുമായ പ്രഖ്യാപനങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിർണായകമായ പോരാട്ടത്തിൽ UDF പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമെന്നും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പരാജയം സംഭവിച്ചാൽ പിന്നെ ഒരു വനവാസമായിരിക്കുമെന്നും പുതുതലമുറയ്ക്ക് നേതൃസ്ഥാനങ്ങളിലേക്ക് കടന്നു വരാനായി താൻ പൂർണ്ണമായും വഴിമാറിക്കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് അവസാന നിമിഷം പുറത്തായതു മുതൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം ഈ സന്ദർഭത്തിൽ മനസ്സ് തുറന്നു. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വിജയം സുനിശ്ചിതമാണെന്ന വലിയ ആത്മവിശ്വാസമാണ് വി ഡി സതീശൻ പങ്കുവയ്ക്കുന്നത്. 2016 UDFന് തിരിച്ചടി ഉണ്ടാകുമെന്ന് താൻ നേരത്തെ പ്രവചിച്ചിരുന്നുവെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നണിക്ക് അനുകൂലമാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ പരാജയം സംഭവിക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. കേരള രാഷ്ട്രീയത്തിലെ ചരിത്രത്തിൽ ഏറ്റവും നേരത്തെ വിരമിക്കുന്ന നേതാവായി താൻ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും അപ്പുറം പാർട്ടിയുടെയും മുന്നണിയുടെയും നിലനിൽപ്പിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകുന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട പദവികളെ കുറിച്ച് സതീശൻ സംസാരിക്കുമ്പോൾ അതിൽ ചെറിയൊരു വിഷമത്തെക്കാൾ വലിയൊരു നിശ്ചയദാർഢ്യം പ്രകടമാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ രൂപീകരണ സമയത്ത് താൻ മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്ന നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം വികാരാധീനനായി. നിയമസഭ കക്ഷി നേതാവിനെ തിരഞ്ഞെടുത്തതിന് തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് ഫോണിൽ വിളിക്കുകയും മന്ത്രിസഭയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. വകുപ്പുകളെ കുറിച്ച് വരെ അന്ന് പ്രാഥമികമായ ചർച്ചകൾ നടന്നു. മുതിർന്ന നേതാക്കളായ ആര്യാടൻ മുഹമ്മദ്, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഉള്ളതുകൊണ്ട് ഏത് വകുപ്പ് നൽകിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നാണ് താൻ മറുപടി നൽകിയത്. എന്നാൽ അന്ന് വൈകുന്നേരം ഔദ്യോഗികമായി പട്ടിക പുറത്തു വന്നപ്പോൾ തന്റെ പേര് അതിൽ ഉണ്ടായിരുന്നില്ല. ആ നിമിഷം ഏറെ സങ്കടം തോന്നിയ ഒന്നായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. എന്തുകൊണ്ടാണ് താൻ അവസാന നിമിഷം പട്ടികയിൽ നിന്ന് പുറത്തായതെന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി പിന്നീട് തനിക്ക് വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ആ രഹസ്യം അദ്ദേഹം അന്തരിക്കുന്നത് വരെ കാത്തു സൂക്ഷിച്ചതുപോലെ ഇനി എങ്ങോട്ടും താൻ രഹസ്യമായി തന്നെ കാത്തു സൂക്ഷിക്കുമെന്ന് സതീശൻ പറഞ്ഞു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ഇന്നും രാഷ്ട്രീയത്തിൽ സജീവമാണോ എന്ന ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം നയപരമായി ഒഴിഞ്ഞുമാറി. ഇത്തരം കൈപ്പേറിയ അനുഭവങ്ങൾ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒന്നല്ല. KSU, യൂത്ത് കോൺഗ്രസ്, KPCC അധ്യക്ഷ പദവികൾ പലപ്പോഴായി തനിക്ക് കയ്യെത്തും ദൂരത്ത് നഷ്ടമായിട്ടുണ്ട്. അർഹമായ പദവികൾ നിഷേധിക്കപ്പെടുമ്പോഴൊന്നും പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനോ നിസ്സംഗത കാട്ടാനോ താൻ തയ്യാറായിട്ടില്ല. പകരം നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിനെതിരെ പ്രതിരോധത്തിനായി കുന്തമുനയായി പ്രവർത്തിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും അദ്ദേഹം ഓർമ്മിച്ചു. തനിക്കുണ്ടായ ഇത്തരം തിരിച്ചടികളും പദവികൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വരും തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടാകരുത് എന്ന നിർബന്ധവും തനിക്കുണ്ട്. യുവാക്കൾക്ക് അർഹമായ സമയത്ത് അർഹമായ പദവികൾ ലഭിക്കണം. അതിനായി മുതിർന്ന നേതാക്കൾ വഴിമാറിക്കൊടുക്കുന്ന സംസ്കാരം കേരളത്തിൽ ഉണ്ടാകണം. ഈ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് താൻ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. 2016 തെരഞ്ഞെടുപ്പ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമാണ്. UDFനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആ സ്ഥാനത്ത് തുടരാൻ തനിക്ക് അർഹതയില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വി ഡി സതീശന്റെ ഈ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു നേതാവ് തന്റെ പരാജയ സാധ്യത മുൻകൂട്ടി കണ്ട് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് അസാധാരണമായ ഒരു നീക്കമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് പാർട്ടിക്കുള്ളിലെ ഐക്യം വർദ്ധിപ്പിക്കാനും അണികളിൽ ആവേശം നിറയ്ക്കാനും സഹായിക്കുമെന്ന് ഒരു വിഭാഗം കരുതുന്നു. അതേസമയം സതീശന്റെ തുറന്നു പറച്ചിലുകൾ പഴയകാല ഗ്രൂപ്പ് സമവാക്യങ്ങളെയും നേതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങളെയും വീണ്ടും സജീവ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ സമ്മർദ്ദം ചെലുത്തിയത് ആരാണെന്ന അന്വേഷണം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമാണ്. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സതീശൻ താൻ പദവികളേക്കാൾ ഉപരിയായി പാർട്ടി തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനാണ് വില നൽകുന്നതെന്ന് ആവർത്തിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പോരാട്ടങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുമെന്നും അദ്ദേഹം കരുതുന്നു. വരും തലമുറയ്ക്ക് വേണ്ടി കസേരകൾ ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറുള്ള ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് താൻ തുടക്കം കുറിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ ദീർഘകാലം ചർച്ച ചെയ്യപ്പെടുമെന്നത് ഉറപ്പാണ്.